ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും റാനിയ റെസിപ്പി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനൊരു കബ്സ കിറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു അറബിക് കബ്സ കിറ്റാണിത്. 1 കിലോൻ്റെ പാക്കറ്റാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കബ്സ തയ്യാറാക്കുന്ന ആക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പാക്ക് പൊട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുക 1 കിലോൻ്റെ റൈസ്, പിന്നെ അതിലാവശ്യമായിട്ടുള്ള മസാല, പിന്നെ ഒരു മാഗി ക്യൂബ്, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെറിയൊരു പാക്ക് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു ടൊമാറ്റോ സോസ് വരുന്നുണ്ട്, പിന്നെ ഒരു ഡ്രൈ ലെമണാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാക്കിലുള്ളത്. അപ്പോൾ ഞാൻ ഈ റൈസ് പാക്കൊന്ന് പൊട്ടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ എന്തായാലും 1 kgയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം കരുതി, ഞങ്ങൾ സാധാരണ ഇപ്പോൾ നമ്മൾ 2 നേരത്തിന് ചോറുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു അളവ് പാത്രത്തിന് 2 ഗ്ലാസ്സാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം 2 ഗ്ലാസ് എടുത്തിട്ട് പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക. ചിലപ്പോൾ നമ്മൾ ഇതേപോലെ പ്രതീക്ഷിക്കാണ്ട് ഇരിക്കുമ്പോഴാവും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരിക. അപ്പോൾ അത് കാരണം ഞാനൊരു 1/4 കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.25 ഇപ്പോൾ നമ്മൾ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് എത്രയാണ് വെള്ളം യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മുഴുവനായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ തന്നെ വീഡിയോ കാണാം. പിന്നെ അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. എന്നാൽ മാത്രമേ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ദാ ഞാനിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നല്ല രീതിക്ക് ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ 2 ചെറിയ ഒരു മീഡിയം വലുപ്പത്തിൽ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സവാള ഒന്ന് കട്ടാക്കി എടുക്കാം. പിന്നെ വേണ്ടത് ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും നല്ല രീതിക്ക് ക്ലീനാക്കി എടുത്തതിന് ശേഷം തക്കാളിയും ചെറിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും മാത്രം ഒന്ന് ചേർത്തൊന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ കൂടെ ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കുക്കറിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, കബ്സ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയുള്ള സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പാക്ക് സൺഫ്ലവർ ഓയിലാണല്ലോ, അത് മൊത്തമായിട്ട് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറെ സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കിറ്റിൻ്റെ സൈഡിലോട്ടായിട്ട് ഇവരിങ്ങനെ ഈ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൽ എന്താ പറയുക, സ്പൈസസ് ഒന്നും യൂസ് ചെയ്യണമെന്നൊന്നും അങ്ങനൊന്നും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡിയക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഏലക്കായ, വലിയ ജീരകം, പട്ട, ഗ്രാമ്പു ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് നേരത്തെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രൈ ലെമൺ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെമണിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ കബ്സയിലോട്ട് ഇറങ്ങും, ഈ ഒരു മസാലയിലോട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ദാ ഞാനിതിലോട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ എത്രയാണോ അരി ചിക്കനൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു നീളത്തിൽ കട്ടാക്കിയിട്ടാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴന്ന് വരണം. പിന്നെ ഏതായാലും നമുക്ക് ഈ ഒരു കിറ്റിൻ്റെ കൂടെ മാഗി ക്യൂബ് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പ് മാഗി ക്യൂബ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നെങ്കിലും ചേർക്കാൻ നോക്കുക, അപ്പോഴേ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പ് യൂസ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ദാ ഞാനിതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പാക്കാണ്. അപ്പോൾ അത് കാരണമാണ് ആ ഒരു സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത്. വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് നെയ്യ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് നല്ല രീതിക്ക് ഉടച്ചിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഡയറക്റ്റ് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ
ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇതേപോലെ എങ്ങനെയാണ് കബ്സ ഉണ്ടാക്കുക എന്ന് അറിയാത്ത ആൾക്കാർക്ക്, ബിഗിനേഴ്സിന് മാത്രമായിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അല്ലാത്തവർ ക്ഷമിക്കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ അതുകൂടെ ചിക്കൻ എന്ത് ചെയ്യണം, ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ചിക്കൻ ഞാനിപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാനും പിന്നെ കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ പീസുകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, ഈ ഒരു മിക്സാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഈ സമയത്തൊക്കെ ഞാൻ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ പോലും ഈ ടൈമിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ലോ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് ഒരു 4 പച്ചമുളക് കൂടെ ജസ്റ്റ് ഒന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം എരിവൊക്കെ കിട്ടിക്കോളും. ഇനി നിങ്ങൾക്ക് അതൊക്കെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ സമയത്ത് കുരുമുളക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അത് പറയാം. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അല്ലാണ്ട് ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു കബ്സ മസാല മാത്രം ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ചിക്കൻ മസാല മസ്റ്റായിട്ട് ചേർക്കേണ്ടതുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് മസാല അധികം ഇഷ്ടമുണ്ടാവില്ല, അതൊക്കെ അതിൻ്റേതായ കണക്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഈ കിറ്റിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന മസാല പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ മൊത്തമായിട്ട് ചേർത്തിട്ടില്ല. കാരണം 1 kg കബ്സ കിറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3/4 ഭാഗം ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. 1/4 ഭാഗമേ ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ ഈ കബ്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ മസാലപ്പൊടികളായിട്ട് സാധാരണ ചേർക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവങ്ങൾ കുറേശ്ശെയായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ കുറച്ച് മുന്നിൽ നിൽക്കേണ്ടത് ഇതിൻ്റെ കബ്സ മസാല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു മാഗി ക്യൂബ് കൂടെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മസാലയായിട്ട് ചെയ്യണത്. ഇനി നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഐഡിയക്ക്, അതായത് നമുക്ക് എരിവാണോ ഉപ്പാണോ കൂടുതൽ വേണം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല രീതിക്ക് എന്ത് ചെയ്യാണ്, ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. മിക്സിങ് കറക്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് നമ്മൾ കുറേ മസാല ഇട്ടെന്ന് കരുതിയിട്ടൊന്നും എന്താ പറയുക, കുക്കിംഗ് നന്നാവണമെന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് മസാല എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഈ മിക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടൊമാറ്റോ സോസ് ഒരു ചെറിയ പാക്കറ്റും പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പോകാനൊക്കെ ആയിട്ട് ഈ ഒരു സോസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ശരിക്കും എന്താ പറയുക, നല്ലൊരു ടേസ്റ്റായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയും ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നോർമലി ചിക്കൻ മസാലയിൽ അത്യാവശ്യം ഉപ്പ് പാകത്തിനായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കുക്കറിലാണല്ലോ റൈസും ചിക്കനൊക്കെ ഒന്നിച്ച് വേവിക്കല്ലേ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിൽ എപ്പോഴും ഉപ്പ് കിട്ടാനായിട്ട് നമ്മൾ ഇതിലൊഴിക്കുന്ന വെള്ളത്തിൽ എന്ത് വേണം, ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നിലായിട്ട് തന്നെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ചോറിൽ നല്ല രീതിക്ക് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലാണല്ലോ നമ്മൾ അരി അളന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെള്ളം അളന്നിട്ടുള്ളത്. അപ്പോൾ
ഞാനിവിടെ 2.25 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 4 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം നല്ല രീതിക്ക് എന്ത് ചെയ്യാം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരി നല്ല രീതിക്ക് കഴുകിയിട്ട് വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ ആ അരി എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുക്കറിൽ പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടു ഒരു മീഡിയം ഫ്ലെയിമിൽ എന്ത് ചെയ്യുക, കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ തവി വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും എപ്പോഴും അരിയുടെ മുകളിലോട്ടായിട്ട് വെള്ളം നിൽക്കണം. അപ്പോൾ അത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നല്ല രീതിക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിലാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 വിസിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി റൈസിൻ്റെ കൂടെ സൈഡായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ചട്നിയുടെ റെസിപ്പിയാണ് പറയുന്നത്. ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, മല്ലിയില, പുതിനയില ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് കബ്സയുടെ കൂടെ മാത്രമല്ല മന്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു ചട്നി കൂടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇതാ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചായിരുന്നല്ലോ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുണ്ടാവും നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെയാണ് നമുക്ക് കബ്സ കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, അടിയൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഈ പാത്രത്തിൽ ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഡെക്കറേഷൻ്റെ ഒരു ഭാഗമായിട്ട് മല്ലിയിലയും പുതിനയിലും എല്ലാം വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള കബ്സ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്യുമല്ലോ, ഇതിന് അങ്ങനത്തെ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.